കുറേ കുട്ടികൾ രാജകൊട്ടാരം സന്ദർശിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. രാജാവ് അവരെ സ്നേഹപൂർവ്വം കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും നിങ്ങൾ ആദ്യം തൊടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് കുട്ടികളോട് പറയുന്നു. എല്ലാ കുട്ടികളും ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ തൊടുവാനായി രാജകൊട്ടാരം മുഴുവൻ ഓടി നടക്കുമ്പോൾ ഒരു കുട്ടി മാത്രം രാജാവിൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട രാജാവ് കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഒന്നും തൊടുന്നില്ലേ? നിനക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് ഒന്നും വേണ്ടേ? കുട്ടി പറഞ്ഞു, ഞാൻ അങ്ങയെ തൊട്ടിരിക്കുന്നു. ഇനി അങ്ങൻ്റെ സ്വന്തമാണ്. അങ്ങൻ്റെ സ്വന്തമായാൽ ഈ കൊട്ടാരത്തിലെ എല്ലാം എൻ്റെ സ്വന്തമായല്ലോ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിനെ തൊടാനും സ്വന്തമാക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ഒരു തിരുനാളാണിത്. യേശുവിനെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ലോകം തരുന്ന ശക്തിയെയും പണത്തെയും അധികാരത്തെയുമെല്ലാം രാജാവാക്കി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും കലഹങ്ങളും ഉയർന്ന് മനുഷ്യർക്ക് സമാധാനവും സ്നേഹവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് 11-ാമൻ പിയൂസ് പാപ്പ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയാണ്, യഥാർത്ഥ രാജാവ് യേശു ക്രിസ്തുവാണ്. അവൻ യുദ്ധം ചെയ്യാത്ത രാജാവാണ്. അവൻ സ്നേഹവും സമാധാനവും മാത്രം കൊണ്ടുവരുന്ന രാജാവാണ്. 1925 11-ാം പിയൂസ് പാപ്പ ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയും ആഗമന കാലത്തിന് മുൻപ് വരുന്ന ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളായി ആചരിക്കുകയും ചെയ്തു. ഈ തിരുനാൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്, നമ്മുടെ ഹൃദയവും കുടുംബവും സമൂഹവുമെല്ലാം യേശുവിൻ്റെ നേതൃത്വത്തിൽ ആകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതെന്നും യേശുവിനെ രാജാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശത്തോടെ നിറയുമെന്ന് ഈ തിരുനാൾ നമ്മെ വിശ്വാസത്തോടെ പഠിപ്പിക്കുകയാണ്. സാമുവൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഇസ്രായേൽ ജനങ്ങൾ ഒത്തുകൂടി ദാവീദിനെ അവരുടെ രാജാവായി സ്വീകരിച്ചതുപോലെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും രാജാവായി സ്വീകരിക്കാൻ ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ മുൻപിലിരിക്കുന്ന മതബോധന വിദ്യാർത്ഥികളോട് ഒരു രാജാവിൻ്റെ ചിത്രം വരക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ മനസ്സിലുള്ള ഏത് രാജാവിനെയും നിങ്ങൾക്ക് വരക്കാം. വളരെ മനോഹരമായിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. നല്ല ചിത്രങ്ങൾക്ക് സമ്മാനമുണ്ടായിരിക്കും. കുട്ടികൾ മനസ്സിലുള്ള രാജാവിനെ വരയ്ക്കുവാൻ തുടങ്ങി. വർണ്ണ വിഭൂഷണമായ ചുവന്ന വസ്ത്രം ധരിച്ച്, കിരീടമണിഞ്ഞ്, ആയുധമേന്തി, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ, പ്രൗഢിയോടെ പ്രതാപത്തോടെ നിൽക്കുന്ന രാജാക്കന്മാരെ കുട്ടികൾ വരയ്ക്കുവാൻ തുടങ്ങി. ശേഷം ചിത്രങ്ങൾ കൊണ്ടുവരുവാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും ചിത്രങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നു. ഇതിൽ ഒരു കുട്ടിയുടെ ചിത്രം ഏവരെയും അത്ഭുതപ്പെടുത്തി. കാരണം അത് മറ്റു ചിത്രങ്ങളെക്കാൾ വ്യത്യസ്തമായിരുന്നു. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി, മുൾക്കിരീടവും ചാർത്തപ്പെട്ട്, കൈകൾ കെട്ടപ്പെട്ട്, കണ്ണുകൾ പാതി തുറന്ന, സകല വേദനകളും സഹിച്ചുകൊണ്ട് ഒരു ഒറ്റമുണ്ട് മാത്രം ഉടുത്തു നിൽക്കുന്ന ക്രിസ്തു. അതിനിടയിൽ ഒരു കുറിപ്പും അവൻ എഴുതി വച്ചിരിക്കുന്നു, ഇതാ നിങ്ങളുടെ രാജാവ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഇന്നത്തെ 2-ാമത്തെ വായനയിൽ യേശുക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കുരിശിൽ മരിക്കുകയും സമാധാനം നൽകുകയും ചെയ്ത ദൈവത്തിൻ്റെ പുത്രനാണെന്നും എല്ലാറ്റിൻ്റെയും യഥാർത്ഥ രാജാവുമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ എല്ലാ ദിവസവും യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവായി നാം സ്വീകരിക്കണം. വിവിധ മതപണ്ഡിതന്മാർ ഒന്നിച്ചു വന്ന ഒരു സംവാദവേള. ക്രൈസ്തവനല്ലാത്ത ഒരു മതപണ്ഡിതൻ ക്രൈസ്തവ പണ്ഡിതനോട് പറഞ്ഞു, എനിക്ക്
കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ക്രിസ്തുവിനെ ഒരു ദൈവപുരുഷനായോ രാജാവായോ അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എവിടെയായിരുന്നു? ക്രിസ്തീയ പണ്ഡിതൻ മറുപടിയായി പറഞ്ഞു, ക്രിസ്തീയ ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള താങ്കളുടെ അറിവ് വളരെ പരിമിതമാണെന്ന് പറയട്ടെ. ക്രിസ്തുമതത്തിൽ ദൈവം ഒരു ശക്തിയല്ല, മറിച്ച് സ്നേഹമാണ്. ഒരു ശക്തിയായിരുന്നുവെങ്കിൽ എത്രയോ പണ്ടേ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാപങ്ങളെ പ്രതി നമ്മെ ആ ശക്തി കത്തിച്ച് ചാമ്പലാക്കിയാനെ. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ മറുപടി ശിക്ഷയല്ല, മറിച്ച് കരുണയും സ്നേഹവുമാണ് എന്നതിൻ്റെ ഏറ്റവും ഉദാന്തമായ പ്രകാശനമാണല്ലോ കുരിശിൽ തൂക്കപ്പെട്ട ദൈവപുത്രൻ. വേദനയിൽ നമുക്ക് ഒപ്പമുണ്ടാകുന്ന ദൈവമാണ് ക്രിസ്തു. ബലം കൊണ്ട് ഭരിക്കുന്ന രാജാവിനേക്കാൾ സ്നേഹത്തോടെ മനുഷ്യരെ ഭരിക്കുന്ന ക്രിസ്തു എന്ന രാജാവ് മഹാനാണ്. ഈ മറുപടി കേട്ട ക്രൈസ്തവ പണ്ഡിതൻ്റെ മുൻപിൽ അദ്ദേഹം നിശബ്ദനായി. ഇന്നത്തെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ക്രിസ്തു എന്ന രാജാവിനെ അവതരിപ്പിക്കുന്നത് ലോകം ചിന്തിക്കുന്ന പ്രൗഢ രാജാവിനെക്കുറിച്ചല്ല, മറിച്ച് കുരിശിൽ മരിച്ച് സ്നേഹത്തിലൂടെ തൻ്റെ ജനങ്ങളെ ഭരിക്കുന്ന രാജാവിനെക്കുറിച്ചാണ്. സ്വർണ്ണ കിരീടത്തിനു പകരം മുൾക്കിരീടവും സിംഹാസനത്തിനു പകരം കുരിശുമരവും രാജകീയ വസ്ത്രങ്ങൾക്ക് പകരം രക്തം പുരണ്ട വസ്ത്രങ്ങളുമാണ് അവൻ്റെ മഹത്വ ചിഹ്നങ്ങൾ. ലോകം കുരിശിനെ വേദനയുടെ അടയാളമായി കാണുമ്പോൾ ക്രിസ്തു കുരിശിനെ സ്നേഹത്തിൻ്റെ പരമബലിയായും രക്ഷയുടെ വഴിയായും മാറ്റി. ഒരിക്കൽ മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തം പരിഹസിക്കപ്പെട്ടും പരിത്യജിക്കപ്പെട്ടും തോറ്റവനായി ലോകത്തിന് തോന്നിയ ക്രിസ്തുവിൻ്റെ സ്നേഹശക്തിയാണ് ഇന്ന് കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വം അധികാരത്തിലല്ല, സ്നേഹത്തിലും കരുണയിലുമാണ് അതിൻ്റെ വിജയമെന്നാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഖാനായിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോഴല്ല, കുരുടനെ സുഖപ്പെടുത്തിയപ്പോഴല്ല, 5 അപ്പം കൊണ്ട് 5000 തൃപ്തിപ്പെടുത്തിയപ്പോഴല്ല അവിടുന്ന് രാജാവായത്. സഹനങ്ങളുടെ മധ്യേ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ക്ഷമയുടെ വലിയ സന്ദേശം നൽകിക്കൊണ്ട് കാൽവരിയിലെ കുരിശിൽ മരിച്ചപ്പോഴാണ് ക്രിസ്തു തന്നെ തന്നെ രാജാവാക്കി ലോകത്തിന് വെളിപ്പെടുത്തിയത്. ഓർക്കുക, വിശുദ്ധ കുരിശിലാണ്, കുരിശിലെ മരണത്തിലൂടെയാണ് എനിക്കും നിനക്കും ലോകത്തിനും വേണ്ടി അവിടുന്ന് രക്ഷ നൽകിയത്. ലോകം മുഴുവനും ഇന്ന് രക്ഷ നുകരുന്നത് കുരിശിൽ നമുക്കായി മരിച്ച ക്രിസ്തുവിൽ നിന്നാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ രാജാവിനെ മാത്രം തൊട്ടുകൊണ്ട് രാജാവിനെ സ്വന്തമാക്കിയ കുട്ടിയെപ്പോലെ ബലം കൊണ്ട് ഭരിക്കുന്ന രാജാവിനേക്കാൾ സ്നേഹത്തോടെ മനുഷ്യരെ ഭരിക്കുന്ന രാജാവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിച്ച ക്രൈസ്തവ പണ്ഡിതനെ പോലെ ദൈവത്തെ അറിയുവാൻ, ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കി അവിടുത്തെ രാജ്യത്തിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവാക്കി സ്വീകരിക്കുവാനുള്ള കൃപകൾ നൽകണമെന്നും ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. നമുക്കും ഉറക്കെ വിളിച്ചു പറയാം, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. വിവാദ് ക്രിസ്തുസ് റെക്സ്.